ഹലോ, ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പം രാവിലത്തേതാണ്. അപ്പോൾ ഇവിടെ ഇന്നലെ തലേദിവസം തന്നെ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. ഇൻവെർട്ടർ ഉണ്ട്, പക്ഷേ കറണ്ട് രാവിലെ പോയതുകൊണ്ട് അതിൽ പിന്നെ ചാർജ് TV ഒക്കെ തുറക്കുമ്പോഴേക്ക് ചാർജ് മൊത്തത്തിൽ അങ്ങോട്ട് പോകും. അപ്പോൾ രാത്രി ഇപ്പം നല്ല ഇരുട്ടിലായിരുന്നു, കാരണം വേറെ എമർജൻസിയും കാര്യങ്ങളൊന്നുമില്ല ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, പാത്രങ്ങളൊന്നും കഴുകാനും കഴിഞ്ഞിട്ടില്ല, പിന്നെ വെള്ളം ഉണ്ടോ ഇല്ലേ എന്നുള്ള ആ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ നിൽക്കട്ടെ, എന്നിട്ട് നാളെ രാവിലെ വന്നിട്ട് പാത്രമൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രി കംപ്ലീറ്റ് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ പോവല്. അപ്പോൾ രാവിലെ വരുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമാണല്ലോ, പിന്നെ പണികളൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് കഴിയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ തലേന്ന് രാത്രി എടുത്ത് വെക്കാനുള്ള കംപ്ലീറ്റ് പണി തീർക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. കാരണം രാവിലെ എണീറ്റ് വരുമ്പോൾ പിന്നെ അത്രയും നമുക്ക് തിരക്കിട്ട് എന്താ പറയുക പെട്ടെന്ന് നമ്മൾ എടുക്കൂല, അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് പാത്രങ്ങളും എല്ലാം ഉള്ളതിനോണ്ട് അത്യാവശ്യം നല്ല പണി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് മസാല ദോശ ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനുള്ള അരച്ച മാവുണ്ടായിരുന്നു, അത് കുറച്ചും കൂടിയും ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും മസാല ദോശ ആക്കാമെന്ന് വിചാരിച്ചു. അതിന് ഉരുളക്കിഴങ്ങ് ഞാൻ പിന്നെ കുക്കറിലിട്ടാണ്. എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഈ ഒരു മസാല ദോശ എന്ന് പറഞ്ഞ സംഭവം. എനിക്ക് സാധാരണ നമ്മളെ ആ ഒരു ദോശ നല്ല ക്രിസ്പി ആയിട്ട് കുറച്ച് നെയ്യൊക്കെ ഇട്ട് അങ്ങനെ ഇതാക്കി എടുക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളത്. പിന്നെ അപ്പോൾ ഞാൻ ചോദിക്കട്ടോ മക്കളോട് എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അവർ ഓരോന്ന് പറയും. അപ്പോൾ ചില ദിവസം അവർ ആ ഒരു പറഞ്ഞ ഇൻട്രസ്റ്റിൽ തന്നെ ഭയങ്കര ഇതിൽ കഴിക്കാനിരിക്കില്ല. ചില ദിവസം അവർക്ക് എന്താ പറയുക പറഞ്ഞ ആ ഒരു എന്താ പറയുക ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷേ അത്ര ഒന്നും ഇവർ കഴിക്കലും ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്താക്കും, ചിലപ്പോൾ പറയുന്ന ടൈമിൽ പിന്നെ എന്താ പറയുക കുറച്ചൊക്കെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ വീട്ടിലാവുന്ന സമയത്തും ഉമ്മൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന സമയത്തും ഉമ്മയും ചോദിക്കട്ടോ രാത്രി വന്നിട്ട് എന്താ വേണ്ടതുള്ള, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോ എന്ന് പറയുമ്പോഴേ അപ്പം ഉമ്മ ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കണമായിരുന്നു. പക്ഷെ എപ്പോഴാണ് മനസ്സിലാവുന്നത്, കാരണം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ വലിയ പ്ലാനിങ് ഒന്നും വേണ്ടല്ലോ. മറ്റേ നമ്മൾ രാവിലെ എണീറ്റ് ഇങ്ങനെ വിചാരിക്കുന്നത് എന്താ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ഇതായിരിക്കും. ചിലപ്പോൾ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോൾ ആ സാധനം ഇട്ട് വീട്ടിലുണ്ടാവുന്നില്ല. അപ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിരിക്കും, പിന്നെ കുറേ നേരം അങ്ങനെ പോകുകയും ചെയ്യും. ഇതിപ്പോൾ മോളാണ് കേട്ടോ അടുക്കളയിലുള്ളത്. അപ്പോൾ ദോശ ഉണ്ടാക്കിയ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞാണ്, പല ദോശയുടെ കഥ ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രൈ പാന് മൊത്തം പോയിട്ടുണ്ട്. ഞാൻ അരി അരിച്ച 10 രീതിയിൽ ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക പൊളിഞ്ഞ് ഇങ്ങനെ പോരാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ അടുത്ത് വേറെ ഇൻഡാലിയത്തിൻ്റെ കല്ലുണ്ട്, പക്ഷെ അത് പൊട്ടിപ്പോയി. അപ്പം ഞാൻ എല്ലാ നൈസ് പത്തിരിയും അരി അരിച്ച പത്തിരിയും ദോശയും എല്ലാം ഇതിൽ തന്നെ ഇട്ട് ഉണ്ടാക്കല്. നല്ല വെയിറ്റുള്ള ഫ്രൈ പാനാണ്, പക്ഷേ ആ ഒരു അരി അരിച്ച പത്തിരി ഉണ്ടാക്കുന്നതിനോണ്ട് ഇതിപ്പോൾ മൊത്തത്തിൽ നാശമായിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയത് വാങ്ങണം, കാരണം നല്ല ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കട്ടിയുള്ള ഫ്രൈ പാൻ ആകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ഫിനിഷിംഗ് ആയിരിക്കും ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുട്ടികളുള്ള മസാല ദോശ അവിടെ ഉണ്ടാക്കി കൊടുത്ത്, പിന്നെ അപ്പോഴേക്ക് ഞാൻ എനിക്കുള്ള ദോശ ഉണ്ടാക്കി, പിന്നെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും